നോങ് നൂച്ച് വില്ലേജിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗൈഡ് ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻട്രൻസിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഗൈഡ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരണം. ഇവിടെ പല പാക്കേജുകളാണുള്ളത്. ടിക്കറ്റ് റേറ്റും പലതും വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഇതിന് സമാനമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് റാമോജി ഫിലിം സിറ്റി മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ കാണിക്കാവുന്നത്. അപ്പോൾ അതിനേക്കാളും വലുതായിരിക്കാനാണ് സാധ്യത. അതൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റും. ഡിനോസറുകളൊക്കെ ഉണ്ട്, പല ടൈപ്പ് ഡിനോസറുകൾ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നു. 150-ൽ പരം ഡിനോസറുകളുടെ പുതുമയുള്ള ഒരു ഉദ്യാനം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറോടാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് എടുത്തുകൊണ്ട് സ്റ്റിക്കറും കൂടെ ഒട്ടിക്കണം. റാമോജിയിൽ ഒട്ടിക്കുന്നതൊക്കെ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ലൈനായിട്ട് നിന്നിട്ടാണ് പോകുന്നത്. ഇവിടെ എൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. തായ് ഭാഷയിലാണെന്നേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിലപ്പോൾ വേറെ ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ അപ്പുറത്ത് കാണുമായിരിക്കും. ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നോങ് നൂച്ച് വില്ലേജിൻ്റെ അകത്ത് കയറി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ട്രാം പിടിക്കണം. ബസ്സുണ്ട്. ഇവിടെ ബസ് വരും. ഫോട്ടോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാമോ? അതിനുള്ള സ്പോട്ടാണ് ഈ കാണിക്കുന്നത്. നോങ് നൂച്ച് വില്ലേജ് ഫോട്ടോ സ്പോട്ട്. ആദ്യം വരവേൽക്കുന്ന കള്ളിച്ചെടികളുടെ ഒരു ഉദ്യാനമാണ്. കാക്ടസ് ഗാർഡനാണ് ഇത്. ആദ്യം കാണുന്ന ഏതാണ്. ഇനി വരുന്ന വഴിക്ക് ഇറ്റാലിയൻ ഗാർഡൻ ഉണ്ട് ഇവിടെ. പിന്നെ ഫ്രഞ്ച് ഗാർഡൻസ് ഉണ്ട്. പിന്നെ ഡിനോസർ ഗാർഡൻ ഉണ്ട്. അങ്ങനെയുള്ള കുറേ ഗാർഡൻസൊക്കെ ഉണ്ട്. ഫ്രാൻസിലെ വേഴ്സൈൽ ഗാർഡനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇവിടുത്തെ 2 ഫ്രഞ്ച് ഗാർഡനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് കയറി നമുക്ക് കാണാം പല പല കാറ്റഗറി. സുവോളജി ബോട്ടണിയൊക്കെ പഠിക്കുന്നവർക്ക് നല്ല ആകർഷകമായിരിക്കും ഇതൊക്കെ കാണുന്നത്. ഇഷ്ടംപോലെ കാഴ്ചകൾ ഉണ്ട്. 62 ഇതിനൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. പല സ്ഥലത്തും ഗാർഡൻസാണ് 62 എണ്ണം. ഉണ്ട്. അതിന് കാക്ടസ് വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്, ഗാലറി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫുൾ വ്യൂ നമുക്ക് കിട്ടും കാക്ടസ് ഗാർഡൻ്റെ. ോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് കാർ മ്യൂസിയം. ഇവിടുത്തെ വ്യത്യസ്തമായ ധാരാളം കാറുകളുണ്ട് ഇവിടെ. ഇത്രയും വലിയ പ്രവേശനമുള്ളൂ നമുക്ക്. ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്നതിനൊക്കെ ഉള്ള കാറൊക്കെ കിടക്കുന്നു. ഇത്രയാണ് ഇവിടുത്തെ കാർ മ്യൂസിയത്തിലെ കാഴ്ചകൾ. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. തായ് ഭാഗത്ത് കൊടുത്ത ഒരു കൊല്ലം പഴം കിട്ടും. അത് ആനയ്ക്ക് കൊടുക്കാനുള്ള പഴമാണ്. ആന ഇങ്ങനെ വരലും നീട്ടി തുമ്പിക്കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ആ പഴം കഴിക്കാനായിട്ട്. ആനകൾ കുറേ ആനകളുണ്ട്. ആന സവാരിയൊക്കെ നടത്താമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള സീറ്റൊക്കെ മേളിൽ വെച്ചിട്ടുണ്ട്.
ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗാർഡൻ ഇൻ ദി സ്കൈ. ആകാശത്ത് മുങ്ങിക്കിടക്കുകയാണ് ചെടികളൊക്കെ. അതാണ് ഗാർഡൻ ഇൻ ദി സ്കൈ എന്ന് പറയുന്നത്. ഗാർഡൻ ഇൻ ദി സ്കൈ കഴിഞ്ഞു. അവിടെ നമ്മൾ അകത്തോട്ടൊന്നും കയറുന്നില്ല. ഷേപ്പിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ ദിനാസറുകളും കുറേ പൂക്കളും ഒക്കെ ആയിട്ട്. ഇതിന് ബട്ടർഫ്ലൈ ഹിൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെയുള്ള ട്രാമിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ കയറിയിരിക്കുന്നത് ഇതിനൊക്കെയുള്ള ട്രാമാണ്. ഒറ്റ ട്രാമിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കയറാനായിട്ട് ശ്രമിക്കുക. അഡേനിയം ഗാർഡൻ ആണിത്. അഡേനിയം ഗാർഡൻ. ഗ്ലാസ് ചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന ഗാർഡനാണ്. ഗാർഡൻ വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ് ഉണ്ട്. നോങ് നൂച്ച് വില്ലയിലെ ഓർക്കിഡ് ഗാർഡനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ് ഇവിടെ ഉണ്ട്. മുഖം കാണില്ല കേട്ടോ. അങ്ങനെ ഒന്നത് ഫോട്ടോ എടുക്കാം. ബ്രൊമിലിയഡ് ഷോ ഗാർഡൻ, ഓർക്കിഡ് ഷോ ഗാർഡനാണ് കാണുന്നത്. വിഷ്ണുവിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഫിഷിംഗ് ഒക്കെ നടത്താനുള്ള സംവിധാനമുണ്ട്. ഇവിടെ തടാകമുണ്ട്. ഇവിടെ തടാകത്തിൽ നമുക്ക് ഫിഷിംഗ് ഒക്കെ നടത്താം. തടാകം ഒറിജിനലല്ലോ. റോക്കാടാണ്. അതിന്റെ മുകളിലൊക്കെ കാരണം നടന്നു തന്നെ കാണുന്നില്ലേ? ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഇതാണ് ഡിനോസർ ഗാർഡൻ അല്ലേ? ഇവിടെ ഇറങ്ങത്തില്ല നമ്മൾ. ഡിനോസർ ഗാർഡൻ സ്റ്റോൺ ഏജ് ഗാർഡൻ ആണ്. ഡിനോസർ ഗാർഡൻ മറ്റേ ഞാൻ നമ്മളെ മൊബൈൽ പോകുമ്പോൾ അതങ്ങ് പോകും. ഡിനോസർ വാലി, സ്റ്റോൺ ഏജ് വാലി.
ആ തന്നെ അകത്തോട്ട് കയറിയില്ല നമ്മളെ വണ്ടി കയറുമായിരിക്കും ഒഴിവാക്കാനാണോ ഒഴിയില്ല മുണ്ടന്മാരും അല്ലല്ലേ മുണ്ടന്മാരും അല്ലല്ല അത് മൊബൈലിലെടുക്കാൻ ഇതല്ലേ അടേനിയം കാർഡ് ഇത്രയും വലുതാവില്ലേ? ഞാൻ എൻ്റെ കുറച്ച് വിത്ത് വാങ്ങിച്ചതാണ് പണ്ട്. ഞാൻ അറിയുന്നുമില്ല, അവിടെ പോയെന്നറിയാൻ പോയി. അടേനിയം ഫിലിപ്പീൻസിലൊക്കെ ഉണ്ട്. പൂവൊന്നുമില്ലല്ലേ? അടേനിയം കാർഡ് അകത്ത് കയറുന്നു. ആ ട്രെയിനിൽ പോകാനായിട്ട് നമ്മളെ വന്ദേ ഭാരത് വന്നതിന് ശേഷം എന്തായാലും പോകണം. ഒന്നുകൂടെ പോകണം. എന്തായാലും വന്ദേ ഭാരതിൽ കയറി ഡൽഹിയിൽ നിന്ന് വന്ദേ ഭാരതിൽ ലൈറ്റ് ആക്ടേഴ്സ് ആണല്ലോ ഇതൊക്കെ അല്ലേ? കളർഫുള്ളാ? ഇത് കളറുള്ള എടുത്തറിഞ്ഞിട്ടേക്കുന്നത് അറക്കൂട്ടം. ദിനോസർ വാലിയിൽ കടന്നിരിക്കുകയാണ്. ആമകൾ കയറണം. ആമ ദിനോസർ. ദിനോസർ വാലി കഴിഞ്ഞ് തുറന്ന് പുറത്തിറങ്ങിയാണ്. ആമ്പൽ കളറാ. വാലിയിലോട്ടാണ് കിടക്കാൻ പോയാണ്. കുറേ കുഞ്ഞും വലുതുമായിട്ടുള്ള കുറേയേറെ ദിനോസറുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട്, ഒരു തൂക്കുപാലമുണ്ട്. തൂക്കുപാലത്തിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കാറുള്ളതാണ്. ഇവിടെ എലിവേറ്റഡ് പാത്വേ കാണുന്നുണ്ട്. ആ എലിവേറ്റഡ് പാത്വേയിൽ കൂടെ കുറേ കൂടെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കയറുന്നതായിരിക്കും നല്ലത്. എലിവേറ്റഡിൽ ഉണ്ട്. എലിവേറ്റഡ് പാത്വേയിലൊക്കെ നടന്നു കഴിഞ്ഞാൽ നല്ലൊരു ആകാശ ദൃശ്യം കിട്ടും. അപ്പോൾ ഏരിയൽ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നെടുക്കാമോ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊക്കെ ഇവിടെ വരുന്നതായിരിക്കും നല്ലത്. ഇതിൽ ഈ മരം ഇങ്ങനെ ശിഖരം ഇങ്ങനെ നിൽപ്പുണ്ട്. ആ ശിഖരം പിന്നെ വെട്ടി മാറ്റാതാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മേളിലോട്ട് വീണ്ടും കയറിപ്പോകാം നമുക്ക്. നോങ്നൂച്ച് ഗാർഡൻ്റെ ഒരു അസാധ്യ വ്യൂ ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഫ്രഞ്ച് ഗാർഡൻ. നോങ്നൂച്ച് വില്ലയിലെ ഫ്രഞ്ച് ഗാർഡൻ. 2 ഫ്രഞ്ച് ഗാർഡനുണ്ട്. അതിലൊരു ഫ്രഞ്ച് ഗാർഡനാണ് ഈ കാണുന്നത്. ഫ്രാൻസിലെ വേഴ്സൈൽസ് ഗാർഡനുണ്ട്. അതിനനുകരിച്ചിട്ടാണ് ഈ ഗാർഡൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.
ബീച്ച് വില്ലേജ് വിസിറ്റ് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ ഞങ്ങൾ എൻട്രൻസിലോട്ട് പോയാണ്. അവിടെയാണ് നമ്മൾ ആ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഫുഡ് കഴിഞ്ഞിട്ട് 2 ഷോ ഉണ്ട്. ഒന്ന് തായ് കൾച്ചറൽ ഷോയും ഒരു എലഫൻറ്റ് ഷോയും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാങ്കോക്കിലേക്ക് പോകും. നമ്മൾ എല്ലാവരും വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്.